ഹായ്. ഇന്ന് എൻ്റെ വീട്ടുകാരുടെ ഒപ്പം ഒരു യാത്രയാണ്. ആദൂട്ടനും പൊന്നൂട്ടനും ഏട്ടൻ, അമ്മ, ഏട്ടത്തി, വീതു എല്ലാവരും ഉണ്ട്. എൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രത്തിലേക്കാണ് യാത്ര. ഞാൻ വല്ലപ്പോഴും ഇവിടെ പോകാറുള്ളൂ. ഞാൻ അറിയിക്കാതെ പോയതാണെന്ന്. ഇപ്പോഴാണ് അവർ പറഞ്ഞത് ഇങ്ങനെ കുടുംബക്ഷേത്രം വരെ പോകുന്നുണ്ട്, വരുന്നുവെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാനും വരുന്നുവെന്ന്. ഞങ്ങളും പോയി. പിന്നെ ഇവർ രണ്ടും ഭയങ്കര ഫ്രണ്ട്സാ. അങ്ങനെ യാത്ര പോയി. കണ്ണാടിപ്പറമ്പാണ് സ്ഥലം. എൻ്റെ അമ്മയുടെ മാമൻ്റെ വീടാണ്. ഞാനങ്ങനെ പോയിട്ടില്ല, വല്ലപ്പോഴൊക്കെയാണ് പോയിട്ടുള്ളത്, അധികം പോയിട്ടില്ല. അങ്ങനെ അവിടെ എത്തി. ഇവിടെ കുടുംബക്കാരെല്ലാവരും കൂടെ വിളക്ക് വെച്ച് തൊഴണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ആദൂട്ടനും പൊന്നൂട്ടനും പോയ പാടെ അങ്ങും ഇങ്ങും നടക്കാൻ തുടങ്ങി. കുറച്ച് ആൾക്കാരൊക്കെ വന്നിരുന്നു. നമ്മുടെ വീട്ടിലെ ഏൻ്റി മൂത്ത അവർക്ക് ഉണ്ടായിരുന്നു. ഇവരെ കുറച്ച് സമയം അടക്കി ഇരുത്താൻ പാടായിരുന്നു. ഈ ജീപ്പ് പിടിച്ചെടുത്ത് ഇരിക്കുക ചെയ്ത് ഭയങ്കര കുത്തക്കലായിരുന്നു. അങ്ങനെ വെളിച്ചെണ്ണ കൊണ്ട് കൊടുത്തു, വിളക്ക് വെച്ചു, പ്രാർത്ഥിക്കാൻ അവിടെ കാര്യങ്ങളൊക്കെ ഒരുക്കായിരുന്നു അവർ. ഇവിടെ ഞാൻ രണ്ടാമത്തെ തവണയാണ് വരുന്നത്. പ്രാർത്ഥിച്ചു. ഞാൻ വരുന്നത് കാറിൽ വരുന്നത് മൂത്തയാണ് കേട്ടോ. അങ്ങനെ അവർ പറശ്ശിനിക്കാണ്. മൂത്ത ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാവരും ഉണ്ടായിരുന്നു, അവരുടെ ഫാമിലി. വല്ലപ്പോഴും ഇപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ കാണുന്നത്. അവർക്കൊക്കെ എന്നെ അറിയാമായിരുന്നു ഭാഗ്യത്തിന്. കുട്ടികളൊക്കെ വലുതായി. പാറക്കുട്ടി. അങ്ങനെ അവരെയൊക്കെ എല്ലാവരെയും കണ്ടു, നല്ല സന്തോഷമായി. കുറേ നാളിന് ശേഷം ഇപ്പോൾ കാണുന്നത്, വല്ലപ്പോഴും കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഇരിക്കുകയാണ്. പൊന്നോട്ടിനെയും സുന്ദരിയേട്ടനെയും പൊന്നോട്ടിനെയും കാണുന്നതാണ് വാരംകടവ്. ഇവിടെ ഇങ്ങനെ പുഴയുണ്ടെന്നും ഇവിടെ ഇങ്ങനെ നടക്കാൻ സ്ഥലമുണ്ടെന്നൊക്കെ ഇവർ പോയപ്പോഴാണ് ഞാൻ കണ്ടത്. വേദോട്ടൻ ചെരുപ്പ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ താഴേക്കാനും പറ്റില്ല. നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇത് കുറേ കൊക്കുകൾ. അവിടുന്ന് കുറേ സമയം കളിച്ചു. പിള്ളേരൊക്കെ വെള്ളത്തിൽ കല്ലിട്ട് കളിച്ചു കുറേ സമയം അവിടെ നിന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ വന്നത് ഇതിനല്ലല്ലോ എന്ന്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. മഴക്കാലം നല്ല മഴ പെയ്യുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറും. നമ്മളിപ്പോൾ കണ്ട വീട്ടിലൊക്കെ വെള്ളം കയറും. പക്ഷെ ഇപ്പോൾ മഴ അത്ര ഇല്ലാത്തതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. ഇവർ വരുന്നേ ഉണ്ടായിരുന്നില്ല. ഇവരും അങ്ങനത്തെ സ്ഥലങ്ങൾ കാണുന്നത് കുറവല്ലേ, ആദൂട്ടനും പ്രത്യേകിച്ച്. ചോട്ടയൊക്കെ നന്നായിട്ട് എറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. അമ്മയാണെന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പറയാതെയാണ് വന്നത് ഇങ്ങോട്ടേക്ക്. ഭാഗ്യത്തിന് മഴയൊന്നും ഉണ്ടായില്ല ആ സമയത്ത്. കാണുന്നതാട്ടോ വീട്. ഏട്ടത്തി ജിൻഷ. അങ്ങനെ ഞങ്ങൾ വരുമ്പോഴേക്കും അവിടെ വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു, ഓരോ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്. അമ്മേൻ്റെ കലമ്പും കിട്ടി, എവിടെയാണ് പോയിനെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, കത്തിച്ചു, പ്രാർത്ഥിച്ചു. എല്ലാവരും ഓരോന്നിന് തിരി കൊളുത്തി.
ഇവിടെ തെയ്യം നടക്കാറുണ്ട്. ഏത് സമയമാണെന്ന് എനിക്കറിയില്ല. ഇന്നിപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അവരെ പ്രാർത്ഥിച്ചു, അവരെ പൂജ ചെയ്തു. എല്ലാ വിളക്കുകളും നന്നായിട്ട് തന്നെ കത്തിയെന്ന് പൂജ ചെയ്ത് അവർ പറഞ്ഞു. എല്ലാ പ്രശ്നങ്ങളും മാറും, ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് കത്തിക്കണം എന്നൊക്കെ പറഞ്ഞു. എല്ലാ ദൈവത്തിൻ്റെ മുന്നിലും കത്തിച്ചു. നമ്മൾ സന്തോഷമായി. അങ്ങനെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഇതും എൻ്റെ ഒരു സ്നേഹപ്രകടനമാണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഭക്ഷണം കഴിക്കാൻ പോകാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു. നല്ല പുത്തരിച്ചോറും കറിയും സാമ്പാർ പപ്പടം അങ്ങനത്തെ ഭക്ഷണം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ കഴിച്ചു ഇരുന്നിട്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഭക്ഷണം കഴിച്ചത്. പിന്നെ ആൾക്കൂട്ടത്തിൽ ചെല്ലുമ്പോൾ പ്രത്യേക സ്വഭാവമാണ്. വീട്ടിൽ നിന്നാണെങ്കിൽ കഴിക്കാറില്ല. പക്ഷെ ആൾക്കൂട്ടത്തിൽ പോയിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ അവനാഞ്ഞു പിടിച്ചോളും. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഇന്ന് വലിയ മുട്ട പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും തിരിച്ചു വന്നു. ഞാൻ വല്ലപ്പോഴും അച്ഛനും അമ്മേനെ വല്ലാണ്ട് മിസ് ചെയ്യുമ്പോഴാണ് വീട്ടിലേക്ക് പോകാറ്. അങ്ങനെ പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ചിലപ്പോൾ അവിടെ എത്തിപ്പെടണം എന്നുള്ള നിമിത്തമായിരിക്കാം. ഓക്കെ, ബൈ.